ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു കണ്ടൻറ്റായിട്ട് വന്നേക്കുവാണ്. കണ്ടൻറ്റ് മീൻസ് അതായത് നമ്മളിപ്പോൾ ഇതിന് കുറച്ച് ദിവസം മുന്നേ കുറച്ച് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. KGCRP സിറ്റി സർവറിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ KGCRP എന്ന് പറയുന്ന സർവറിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട്. അതുപോലെ ഇന്നിപ്പോൾ നമ്മൾ വന്നത് ഈ ജോബ് എങ്ങനെയാണ് നമ്മൾ ചെയ്യും എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും പൊതുവെ എല്ലാ സിറ്റിയിലും വന്നത് ഫാമിംഗ് ജോബാണ് ചെയ്യുന്നത്. അപ്പോൾ ഫാമിംഗ് ജോബ് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോസാണ്. അപ്പോൾ നമുക്ക് വീഡിയോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വെഹിക്കിൾ എടുത്തിട്ട് ഈ ജോബ്, അതായത് ഈ ഫാമിംഗ് ജോബ് അന്വേഷിച്ച് ഇറങ്ങാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് അങ്ങനെ ലൊക്കേഷൻ പറഞ്ഞു തന്നിട്ട് നമ്മൾ ആ ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ജോബ് എവിടെയാണെന്ന് പോയി അന്വേഷിച്ച് നോക്കാം. ജോബിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ സർവറിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രാഫിക്സൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ജോബ് എങ്ങനെയാണ്, ഇത് നമുക്ക് ക്യാഷ് വേണം. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ സിറ്റിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന വെഹിക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു വെഹിക്കിളാണ്. നിങ്ങൾ ഏത് വെഹിക്കിൾ ആഗ്രഹിച്ചാലും മതി ഈ സിറ്റിയിൽ കിട്ടും. അതിനെക്കുറിച്ചുള്ളൊക്കെ ഡീറ്റെയിൽ വീഡിയോസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് എല്ലാ കസ്റ്റം വെഹിക്കിൾസും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് വെഹിക്കിളും ഈ സിറ്റിയിൽ കിട്ടും. കസ്റ്റം വെഹിക്കിൾസ്, ഒരുപാട് കസ്റ്റം വെഹിക്കിൾസ് ഉണ്ട്. ഗ്യാങ്ങിൻ്റെ സിറ്റിസൺസിനൊക്കെ ആയിട്ടുള്ള ഒരുപാട് കസ്റ്റം വെഹിക്കിളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ അവസാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജോബ് അതിനെക്കുറിച്ചുള്ളൊക്കെ കയറിക്കൂട്ടുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോബിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ജോബ് പാപ്പനോടുണ്ട്. പാപ്പനോട് പോയിട്ടോട് എന്തെങ്കിലും പണി കിട്ടുമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. പാപ്പനെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നത്. ആകെ ഇറക്കിളി കഷ്ണം പോലെ അപ്പാപ്പനുള്ളത്. എന്നാലും പോയി നോക്കാം നമുക്ക്. നമ്മൾ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അപ്പാപ്പൻ്റെ അടുത്തോട്ട് പോയാകാം. ഇങ്ങനെയാണെങ്കിൽ നടക്കുന്നില്ലല്ലോ, ഭയങ്കര സ്ലോ ആണ് നടത്തമൊക്കെ. ക്യാരക്ടർ സ്കിൻ എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ക്യാരക്ടർ എങ്ങനെ എന്താ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കുക. അങ്ങനെ നമ്മൾ അപ്പാപ്പൻ്റെ അടുത്ത് എത്തി. ഇവിടെ വന്നിട്ട് നമ്മൾ എന്നെ പ്രസ് ചെയ്താൽ ജോബ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ജോബ് കിട്ടും. അങ്ങനെ നമ്മൾ എന്നെ പ്രസ് ചെയ്ത് ജോബ് എടുത്തിരിക്കണം. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെഹിക്കിൾ എടുക്കണം. അവിടെ പോയിട്ട് നമ്മൾ ട്രാക്ടർ എടുക്കണം. ട്രാക്ടർ ഈ സൈറ്റിൽ എവിടെയോ ആണ്, നമുക്ക് പോയി നോക്കാം. ഒന്ന് ഓടിച്ചെങ്ങേ. ഇങ്ങനെ നമ്മൾ ട്രാക്ടർ ഫൈൻഡ് ചെയ്തു. ട്രാക്ടർ എടുക്കാൻ പോകുന്നു. ട്രാക്ടറിലേക്ക് ഡോറ് തുറന്ന് ട്രാക്ടറിൽ കയറുന്നു. കയറിക്കൂട്ട് മനസ്സാങ്ങോട്ട് കയറി. ഇനി വണ്ടി കയറിയതിനു ശേഷം നമ്മൾ വണ്ടി ഓണാക്കണ്ടേ. എൻജിൻ അടിക്കുക. എൻജിൻ അടിച്ചു. പൊക്കൂടെ ഇടിച്ച് പൊട്ടിക്കൂടെ. പൊട്ടുന്നുമില്ലേ. നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാം. ഡ്രിഫ്റ്റ് ചെയ്തു. ഇനി അത് ആ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലത്താണ് നമുക്ക് പുല്ല് വെട്ടാനുള്ളത്. അപ്പോൾ പുല്ല് വെട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുല്ല് വെട്ടേണ്ട കമൻ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ വണ്ടി കൊണ്ടുപോയി അവിടെ പാർക്ക് ചെയ്യണം. ആ പുല്ലിൻ്റെ നടുവിൽ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ അതിൻ്റെ ബാക്കിൽ പോയിരിക്കുന്നു. നമ്മൾ എന്നെ വർക്കാവുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് കീബോർഡ് എടുത്തിട്ട് HC എന്നടിക്കണം. HC എന്നടിച്ചാൽ അത് ഹാർവസ്റ്റ് ആവും. നമ്മൾ ഹാർവസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി വെട്ടിവെച്ച പുല്ല് എടുക്കണ്ടേ. വെട്ടിവെച്ച പുല്ല് നമ്മൾ എടുത്തു. ഇനി നമ്മൾ ലോഡ് ചെയ്യണം. ലോഡ് ചെയ്യുന്നത് ലോഡ് ക്രോപ്പ് ഒന്ന് അടിച്ചാൽ മതി. ലോഡ് ക്രോപ്പ് ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, വണ്ടിയിലാണ് നമ്മൾ വെട്ടിയ പുല്ല് എന്താവും, ലോഡാവും. ഓക്കെ, വണ്ടിയിൽ നമ്മൾ ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി കൊണ്ടുപോയി വിൽക്കണം. ഇട്ടാലേ നമുക്ക് എന്താവുള്ളൂ, ക്യാഷ് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ ആ സാധനം ലോഡ് ചെയ്തിട്ട് വിൽക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പാപ്പൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഷെഡില്ലേ, ആ ഷെഡിലാണ് നമ്മൾ ഈ സാധനം കൊണ്ടേ കൊടുക്കേണ്ടത്. റെഡ് മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും സ്ക്രീനിൽ.
ആ റെഡ് ലൈനിൽ അവിടെ കൊണ്ടുപോയി. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വണ്ടിയിൽ ഇരുന്ന് തന്നെ എന്ത് ചെയ്താൽ മതി, ടൈപ്പ് ചെയ്താൽ മതി. എന്താണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് നമുക്ക് എന്താ ടൈപ്പ് ചെയ്യേണ്ടത് അതൊക്കെ അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് സെല്ല് ക്രോപ്പ്, നമ്മളവിടെ ലോഡ് ക്രോപ്പ് നടിച്ച പോലെ ഇവിടെ വന്നിട്ട് സെല്ല് ക്രോപ്പ് നടിക്കുന്നു, സാധനം സെല്ല് ചെയ്യുന്നു, ക്യാഷ് വാങ്ങുന്നു, പോക്കറ്റിലിടുന്നു, പോകുന്നു. അങ്ങനെ നമ്മൾ സെല്ല് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് വർക്ക്. അപ്പോൾ വിറ്റ് നമുക്ക് 5,000 സംതിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.